ഇന്ന് വന്നിട്ടുണ്ടായത് 1 ഇയർ ബേബിന്റെ ഫുൾ ഫ്രോക്ക് കട്ടിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം അതിന് മുന്നേ എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കില്ല. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് വന്നിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു ജിമ്മിച്ചോ ക്ലോത്തിലാണ് ഫസ്റ്റ് ഓൾ ഫ്രോക്ക് തയ്ക്കാൻ ചേർക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ അതുപോലത്തെ ഒരു തരം ക്ലോത്ത് തന്നെയാണ്. അറിയാത്തവർക്കാണ് ഇത് പറഞ്ഞത്, മിക്ക പേർക്കും അറിയുന്നവർക്കും സ്റ്റിച്ചിങ് അറിയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ മെറ്റീരിയലിൽ ആദ്യമേ കുറച്ച് ഓർഡേഴ്സ് അധികം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മെയിൻ എന്താ പറയാ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും എടുക്കാൻ വിട്ടുപോയി. അപ്പം ഇന്ന് ഞാൻ എങ്ങനെയല്ലോ ഈ ഒരു ലൈനിങ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സിബും ഈ നൂലും നമ്മൾ അർജന്റായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കാനുണ്ടാകും. ഭാഗ്യവശാൽ കറക്റ്റായ നൂലും ഉണ്ടാവില്ല, സിബ് ഉണ്ടാവില്ല, എല്ലാ തരം ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ പറയാ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി കറണ്ട് സാധനം എപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് അധികം ഉണ്ടാകുന്ന അനുഭവം. ഓക്കെ, നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് അതിന് വേണ്ടി നമ്മൾ കോട്ടൺ ലൈനിങ്ങിലാണ് മാർക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കസ്റ്റമർക്ക് മെയിൻ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഈ ക്രേപ്പ് ലൈൻ മെയിൻ ക്ലോത്തിന്റെ താഴ്ഭാഗത്ത് നമ്മൾ പ്ലൈൻ നെറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് എടുക്കുന്നതല്ല കേട്ടോ. ഞാൻ ലൈവായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ സംസാരിക്കുന്നത് എങ്ങനെ ഉണ്ടാവുന്ന എനിക്കറിയില്ല. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്റ്റിച്ചിങ്ങിന് കട്ടിംഗ് ഒന്നും തെറ്റാൻ ചാൻസ് ഇല്ല, എന്റെ സംസാരത്തിന് തെറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോട്ടൺ ലൈനിങ് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഓപ്പൺ സൈഡിലെ അത് നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ടാകുമ്പോൾ ഇത് ഇത്ര ഇതിൽ നമ്മൾ ആ നീളത്തിനനുസരിച്ചിട്ട് ഫോൾഡ് ഇതുപോലെ വെച്ചിട്ട് ഇത് ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ കറക്റ്റ് എടുക്കുക. നമ്മൾ നഖം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടാകുമ്പം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് കൊടുക്കുക. നമുക്ക് ബാക്ക് ഓപ്പണിൽ നമ്മൾ ജിബ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ 1/2 ഇഞ്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ നമുക്ക് വാട്സപ്പിൽ എല്ലാ മെഷർമെന്റിലും അയച്ചു തന്നിട്ടുണ്ടായി. ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ് എല്ലാ കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ വന്നിട്ടുണ്ടായത് 9 ഇഞ്ച്, അതിന്റെ നേരെ പകുതി. നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. 9 ഇഞ്ചിന്റെ നേരെ പകുതി ഇതുപോലെ എടുക്കുക. അപ്പൊ 4.5 ഇഞ്ച് അത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ കോട്ടൺ ലൈനിങ് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മാർക്കിങ്ങോ അല്ലെങ്കിൽ കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു ഫസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ എപ്പോഴും ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ നമ്മൾ ഷോൾഡർ വന്നിട്ടുണ്ടായത് 4.5 ഇഞ്ച്, അത് ഇതേപോലെ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ആം ഹോളിന്റെ ലെങ്ത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഇവിടെ 5 ഇഞ്ച് വരുന്നത്. പിന്നെ നമ്മുടെ ബോഡി ലെങ്ത് വരുന്നത് 8 ഇഞ്ചാണ് ബോഡി ലെങ്ത് വരുന്നത്. അതിൽ 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ 9 ഇഞ്ച് ബോഡി ലെങ്ത് കൊടുക്കുക. 1 ഇഞ്ച് എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഷോൾഡറിന്റെ 1/2 ഇഞ്ചും നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആ ബോട്ടത്തിന്റെ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് 1 ഇഞ്ച് നമ്മൾ ഇവിടെ ലെങ്ത്തിന്റെ കൂടെ കൂട്ടുന്നത്. അപ്പൊ നമ്മൾ 9 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. സ്കെയിൽ എടുക്കാൻ വിട്ടു കേട്ടോ, അതുകൊണ്ട് ചെറിയ കുട്ടീൻ്റെതല്ലേ അവിടെ കുഴപ്പമില്ല. സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ചെറിയ വരെ ലൈൻസ് അല്ലേ കൊടുക്കാനുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വന്നിട്ടുണ്ട് ചെസ്റ്റ് വന്നിട്ടുണ്ടായത് 22.5 ചെസ്റ്റ് വന്നിട്ടുണ്ടായത്. അത് ഇതേപോലെ 22.5 ഇതേപോലെ ടാപ്പ് വെക്കുക. എന്നിട്ട് അതിന്റെ സെൻട്രൽ ഭാഗം കണ്ടുപിടിക്കുക. 11.4 അവിടുന്ന് ഒന്നും കൂടി ഒരു സെന്റർ എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടിയത് 5, 5.5 ഒരു പോയിന്റും. അപ്പൊ നമുക്ക് 6 ഇഞ്ച് എടുക്കാം. ഓക്കെ, 6 ഇഞ്ച് നമുക്ക് ചെസ്റ്റ് കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ട്. എന്നാണെങ്കിൽ കുറച്ച് ഉഷാറിലെ കുട്ടിയാന്ന് പറയുന്നുണ്ടായി എന്നോട്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 4 ഇഞ്ച് ആഡ് ഈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1/2 ഇഞ്ചാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അപ്പൊ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് തെറ്റിപ്പോയെങ്കിൽ അവർക്ക് ക്ലോത്ത് അവിടെ ഉണ്ടാവണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സെയിം ഈ ഒരു 6 ഇഞ്ചിന്റെ താഴ്ഭാഗത്ത് വേസ്റ്റും സെയിം തന്നെയാണ് വേസ്റ്റ് റൗണ്ടും വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 6 ഇഞ്ചിന് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 ലൈനും നമുക്ക് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടും ലൈൻ വരക്കുക. ചെറിയൊരു പനിയും ജലദോഷം ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ടും എന്തോ പോലെ കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡേഴ്സ് നമുക്ക് ഏകദേശം നാളെ തന്നെ സെൻഡ് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് കഴിയാതിരുന്നിട്ട് ഞാനിത് കട്ടിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 1.5 ഇഞ്ചാണ് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് വരുന്നത്. 1 ഇഞ്ച് വിട്ടാൽ മതി, പക്ഷെ നിങ്ങൾ 1.5 ഇഞ്ച് വിട്ടു കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഈ താഴെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഒരു സ്ട്രൈറ്റ് ലൈന് ഇത് സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക. ഇവിടെ നിന്ന് കറക്റ്റ് ഇതേപോലെ ഒന്ന് വരച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നല്ലൊരു ഷേപ്പ് ആയിട്ട് കിട്ടും. പിന്നെ ഷോൾഡറിന്റെ സ്ലോപ്പ് അത് 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. നെക്കിന്റെ വിടുത്ത് വന്നിട്ടുണ്ടായത് 2 ഇഞ്ച്, നെക്കിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 2 ഇഞ്ച്. രണ്ടും സെയിം തന്നെയാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. 2 ഇഞ്ച് 2 ഇഞ്ച്. ഈ ഒരു പോയിന്റും നമുക്കൊന്ന് ജോയിൻ ചെയ്യുക. അത് ഇതുപോലെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചാലും മതി കേട്ടോ. അത് ഇതുപോലെ വരച്ച ശേഷം നമ്മൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡറിന്റെ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ നെക്കിന് ഈ ഒരു പോയിന്റും ജോയിന്റ് ആക്കുക. ഓക്കെ, ഏതാണ് നമ്മളെ മെയിൻ പോയിന്റ്, അതായത് ആം ഹോളിന്റെ മാർക്കിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് 5 ഇഞ്ചല്ലേ വന്നിട്ടുണ്ടായത്, അത് ഇവിടെ സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്യുക.
2.5 ഇഞ്ച് കിട്ടും. ഓക്കെ, ആ 2.5 ഇഞ്ചിൽ നിന്ന് ഈ 2.5, അതായത് 2.5 വന്നിട്ടുണ്ടായത്, ഇതും അതിന്റെ സെന്റർ എടുക്കുക. സെന്റർ ഫസ്റ്റിലത്തെ സെന്ററിന് 1/4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഒരു മാർക്കിംഗ്, 1/4 ഇഞ്ച് ഒരു മാർക്കിംഗ്. ഓക്കെ, നമ്മൾ മെയിൻ പോയിന്റ് വന്നിട്ടുണ്ടായത് ഇവിടെ 6 ഇഞ്ച്. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഫസ്റ്റിലെ സെന്റർ ഭാഗമില്ലേ, ആ സെന്ററും ഈ ഷോൾഡറിന്റെ ഈ ഒരു പോയിന്റും ജോയിന്റ് ആക്കുക. ഇതാ ഇതുപോലെ. ഇത് ഫ്രണ്ട് ആം ഹോളിന്റെ മാർക്കിംഗ് ആണ് കേട്ടോ. അത് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്കിംഗ് കൊടുക്കുക. അപ്പൊ ഫ്രണ്ട് ആം ഹോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായി. ഈ പോയിന്റിലേക്കാണ് മുട്ടേണ്ടത്. പിന്നെ നമുക്ക് ബാക്ക് ആം ഹോൾ വന്നിട്ടുണ്ടായത്, അത് ജസ്റ്റ് ഈ ഒരു പോയിന്റും ഈ ഷോൾഡറിന്റെ ഈ ഒരു പോയിന്റും തമ്മിൽ ജസ്റ്റ് ഒന്ന് മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ആം ഹോളിന്റെ ഇത് കൊടുക്കാറുള്ളത്, അതുപോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. ഇത് 2 പീസാണോ അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്താൽ മതി. കാരണം നമ്മളിവിടെ എത്ര തുണി അവിടെ തികയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ടാകുമ്പോൾ ബാക്ക് ആം ഹോൾ ആണ് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. ഷോൾഡർ ഇതേപോലെ കട്ട് ചെയ്യുക. നമ്മളിവിടെ പീറ്റർ പാൻ കോളറാണ് ചെയ്യുന്നത് ഈ ഒരു ഫ്രോക്കിന്. ബാക്കിൽ നെക്ക് ഇതുപോലെ ഒന്ന് ഇവിടുത്തെ ഫ്രണ്ടിൽ വിടുത്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ 1/2 ഇഞ്ചാണ് സിപ്പിന് വേണ്ടിക്ക് കൊടുത്തിട്ടുണ്ടായത്. അത് മനസ്സിലാവാൻ വേണ്ടിക്ക് കറക്റ്റ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ ഫ്രണ്ട് പോർഷൻ നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബാക്ക് പോർഷനിലെ നെക്കിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 1/2 ഇഞ്ച് നമുക്ക് കൊടുക്കാം. 3/4 ഇഞ്ച് 1/2 ഇഞ്ച് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കർവ് ആക്കി വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കോളർ ആയതുകൊണ്ടാണ് കേട്ടോ ബാക്കിൽ നെക്കിന്റെ ലെങ്ത് കൂട്ടാത്തത്. അപ്പൊ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായി. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ആം ഹോൾ കട്ട് ചെയ്യുക. ആ മാർക്കിങ്ങിലെ കൂടി തന്നെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കട്ടോ. നെക്സ്റ്റ് നെക്കിന്റെ പോർഷൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട്. അപ്പൊ ഈ 2 പീസാണ് ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ടായത്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പോർഷൻ നിവർത്തി കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് കിട്ടാറ്. കണ്ടോ, കുറച്ചൊരു കുഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ടായില്ലേ. പക്ഷെ ബാക്കിൽ അങ്ങനെയല്ല, സ്ട്രൈറ്റ്. കാരണം നമ്മൾ ബാക്ക് ഒരു സ്ട്രൈറ്റ് ലെവലല്ലേ നമ്മൾ ബാക്ക് വരുത്തുണ്ടായത്. അതുകൊണ്ടാണ് കേട്ടോ ബാക്കിൽ ആം ഹോൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്നത്. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമ്മളെ ക്രേപ്പ് ലൈനിങ്ങും ഓർഗൻസ, അതായത് മെയിൻ ക്ലോത്തും ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പറ്റുക. ഫ്രണ്ട് പോർഷൻ ക്രൈപ്പ് ലൈനിങ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ബാക്ക് പോർഷനും സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ക്ലോത്തായ ഓർഗൻസിനെ കൊണ്ട് മെയിൻ ക്ലോത്തായ ജിമിച്ച ക്ലോത്ത് അല്ലേ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായത്, അത് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം നമുക്ക് എത്ര സ്ക്വയർ പീസിലായിട്ട് ആ ഒരു ലൈനിങ്ങിന്റെ മേൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഈ നെക്ക് പോർഷനും എന്താ പറയുക ആം ഹോളും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അത് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ക്രൈപ്പ് ലൈനിങ്ങെല്ലാം നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ്ങിന്റെ പാറ്റേൺ വെച്ചിട്ട് ക്രൈപ്പ് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായി ബാക്കിലും ഫ്രണ്ടിലും. അതുപോലെ തന്നെ നമ്മളെ മെയിൻ ക്ലോത്ത് ആ ഒരു പാറ്റേണിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് മെയിൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടെന്ന് പറയുന്നത്. അത് ഇതിന്റെ മേലെ ഇതേപോലെ വെച്ചതിന് ശേഷം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കറക്റ്റ് ഇതുപോലെ വെക്കുക. ഏതെങ്കിലും ഒരു കറക്റ്റ് സ്ഥലത്ത് വെച്ചാൽ മതി. ഇതിന് കറക്റ്റ് ഇങ്ങനെ വരണമെന്നില്ല, നമ്മൾ കറക്റ്റ്. കാരണം നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. ഇതേപോലെ നോർമലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലോത്ത് കറക്റ്റായിട്ട്, ബാക്കിയുള്ള ക്ലോത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരുമാതിരി രീതിയിൽ നിൽക്കുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. അവിടെ ഇതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ 2 പീസായിട്ട് ബാക്ക് പോർഷനിൽ 2 പീസ്, ഇതുപോലെ ബാക്ക് പോർഷനിൽ 2 പീസ്, 1 2. ഫ്രണ്ട് പോർഷനിൽ 2 പീസൊക്കെ പാടില്ല കേട്ടോ, ഒരു ലെയർ ആയിട്ട് തന്നെ കിട്ടും. കാരണം നമ്മൾ ഇവിടെ ജോയിന്റും കാര്യങ്ങളൊന്നും വരില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ മെയിൻ ക്ലോത്തും കോട്ടൺ ലൈനിങ് ക്രൈപ്പ് ലൈനിങ് എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആം ഹോൾ എത്രയാണ് വന്നിട്ടുണ്ടായത് അത് റൗണ്ട് ചെയ്യാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റില് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വേസ്റ്റിന്റെ ഒരു ഭാഗമില്ലേ അവിടെയും ഇതേപോലെ കത്തിരി വെച്ചിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആം ഹോളിന്റെ റൗണ്ട് വന്നിട്ടുണ്ടായത് അത് ഇതേപോലെ 1/2 ഇഞ്ച് ഇവിടെ മാർക്കിങ്
മാറ്റി വെക്കുക. നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന ഭാഗമാണ് കേട്ടോ. അവിടുന്ന് താഴെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരിക. അപ്പം നമുക്ക് 5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ റൗണ്ട് വന്നിട്ടുണ്ടായത്. കുറച്ച് ഉഷാറിൽ കുട്ടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മെഷർമെന്റ് എടുത്തിട്ട് ഈ ഒരു പാറ്റേൺ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റിയത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മളെ ബോട്ടം ഭാഗത്തെ ലൈനിങ് കട്ട് ചെയ്യലാണ് കേട്ടോ. അത് നമ്മൾ ബോഡി പാർട്ടിനും ബോട്ടം പാർട്ടിനും കൂടിയിട്ട് 1 മീറ്റർ ലൈനിങ് ആണ് ക്രൈപ്പ് ലൈനിങ് എടുത്തിട്ടുണ്ടായത്. അത് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. 2 ഫോൾഡ് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം ഈ ഒരു കോർണറിലേക്ക് നമ്മൾ അംബ്രല്ല കട്ടിലും കട്ട് ചെയ്യില്ലേ, അതുപോലെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഇതേപോലെ കോർണറായിട്ട് വെക്കുക. കറക്റ്റ് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ഒന്ന് നോക്കട്ടോ. അതിനുശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് 6 ഇഞ്ച് അല്ലേ വന്നിട്ടുണ്ടായത്. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു പോയിന്റ് എടുക്കുക. കറക്റ്റ് 6 ഇഞ്ച് വേസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടം ഭാഗത്ത് ഇവിടെ 6 ഇഞ്ച് കിട്ടാൻ വേണ്ടിക്ക് എൻ്റെ തലയിൽ ഉദിച്ച് ചെറിയൊരു ബുദ്ധി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കേട്ടോ. നമുക്ക് ഇതുപോലെ കറക്റ്റ് വെക്കാം. ഓക്കെ, അതിന് വേണ്ടിക്ക് 6 ഇഞ്ചാണ് നമുക്ക് റൗണ്ട് ഇട്ടിനായി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക, 7 ഇഞ്ച്. ഈ കോർണറിന് 7 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. 7.5. അതുപോലെ ഈ ഒരു എൻഡിൽ 7.5. ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് പലയാളും ഇത് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇത് എവിടെയും കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് ഇത് പറഞ്ഞത്. 1.5 ഇഞ്ച് ഇതേപോലെ 1.5 ഇഞ്ച് കൂട്ടിയ ശേഷം നമുക്ക് ഈ മാർക്കിങ്ങില്ലേ അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് 6 ഇഞ്ച് ഇവിടെ വന്നിട്ടുണ്ടായി. കറക്റ്റ് ഒരു പോയിന്റിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൻ്റെ ഒക്കെ 2 ഇഞ്ച് കൂട്ടിയിട്ട് ലെങ്ത് ഇങ്ങനെ എടുത്താൽ മതി. അപ്പം നമ്മൾ 8 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. പിന്നെ നമ്മുടെ ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായത് 22. ആ 22 നമ്മുടെ ബോഡി പാർട്ടിൽ 8 ഇഞ്ച് പോയല്ലോ, അതിന്റെ ബാക്കിയാണ് ബോട്ടം പാർട്ടിൽ വരുന്നത്. അപ്പം 8 ഇഞ്ച് പോയി. ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. 8 ഇഞ്ച് നമ്മൾ ഇതുപോലെ വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ എന്തായാലും പോവല്ലോ ബോഡി പാർട്ടിന്. ആ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പം ഇവിടേക്ക് നമ്മൾ 8 ഇഞ്ച് വെക്കുക. 22 ആണ് നമ്മുടെ ലെങ്ത് വന്നിട്ടുണ്ടായത്. അവിടെ നമുക്ക് 22 ഇഞ്ച് എക്സ്ട്രാ നമുക്കിവിടെ ആഡ് ചെയ്യണം. ലൈനിങ് നമ്മൾ എപ്പോഴും 1 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ 21 നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 8 ഇഞ്ചിന് 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഇവിടെ മാർക്കിങ് നമ്മൾ കൊടുത്തില്ല, അവിടെ 8 ഇഞ്ചിന് ടാപ്പ് വെക്കുക. അപ്പോൾ ബോഡി പാർട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ചായി വന്നല്ലോ, അതിന്റെ ബാക്കി ഭാഗമാണ് 22. അപ്പോൾ 1 ഇഞ്ച് ലെസ് ചെയ്ത ശേഷം 21 ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പം ഇവിടുന്ന് നമ്മൾ 21ലേക്ക് എത്രയാണ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായത്, അപ്പോൾ 13.5 ഇഞ്ച് കറക്റ്റ് വരുന്നത് 13.5 ഇഞ്ച്. അത് ഇതേപോലെ എല്ലായിടത്തും മാർക്കിംഗ് കൊടുക്കുക. ഇത് എല്ലാ സൈഡും ഇതുപോലെ മാറ്റി വെക്കണം കേട്ടോ. 13.5 ഇഞ്ച് കറക്റ്റ് 13.5 ഇഞ്ച് സെൻട്രൽ ഭാഗത്തും എത്തുമ്പോൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ വേസ്റ്റ് ഭാഗത്ത് നിന്ന് മാറ്റി വെക്കണം കേട്ടോ ടാപ്പ്. അതും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണർ ഭാഗത്ത് ടാപ്പ് വെച്ചതിന് ശേഷം നമ്മൾ 21 ആണ് കിട്ടുന്നത്. അപ്പോൾ 21 കറക്റ്റ് കിട്ടുമെന്ന് നോക്കാം. എന്നിട്ടാകുമ്പോൾ ഒന്ന് മാർക്കിങ് കറക്റ്റ് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പീസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ചെറിയൊരു പീസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഇവിടെ ഈ ഒരു പീസിൽ ഈ ഒരു കോർണർ ഭാഗം വരുന്നത് അത് ഇതിന്റെ അടിയിലേക്ക് വെക്കുക. കറക്റ്റായിട്ട് ഇതിന്റെ അടിയിൽ വെക്കുക. നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമ്മളെ ഈ ഒരു ലെങ്ത് വന്നിട്ടുണ്ടായില്ല, നമുക്ക് 21 അല്ലേ, ആ 21 ഇതേപോലെ മാർക്ക് ചെയ്യുക. 21 കോർണർ ഭാഗത്ത് നിന്നാണ് 21, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്താണെങ്കിൽ നമുക്ക് 13.5 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായത്. അത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു പീസ് ഇവിടെ കറക്റ്റ് കൊടുക്കുക. അപ്പോൾ അത് ജോയിൻ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വേസ്റ്റ് ഭാഗത്തെ ഈ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ നമ്മൾ ലൈനിങ് കാര്യങ്ങളിലും കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ആദ്യമൊക്കെ കാണുന്നവരാണെങ്കിൽ എന്താണ് ഇതിന്റെ കുറവും കാര്യങ്ങളും എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡയറക്റ്റ് വോയിസ് കൊടുത്തിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടായത്. അതിൻ്റെതായ പോരായ്മ എന്തായാലും ഉണ്ടാവും, എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് എന്തായാലും വരും കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.